നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് വിളിച്ചു ചേർത്തതിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 4:16. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. നമുക്ക് ഏറ്റു പറയാം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തിലേക്ക് വരാം. ഇപ്പൊ നമുക്ക് വേണ്ട സമയത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും നമുക്ക് ചില പ്രത്യേക സമയത്താണ് ആവശ്യമായി വരുന്നത്. കരുണ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്? നമ്മുടെ മെരിറ്റ് പോകുന്ന സ്ഥലത്താണ്. അതാണ് വേണ്ട സമയമെന്ന് ബൈബിൾ പറയണത്. എല്ലാ കാലങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒത്ത യോഗ്യത നമുക്ക് ചില സമയത്ത് ഉണ്ടാകത്തില്ല. നമുക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തില്ലേ? പഠനം, ജോലി, അല്ലേ, വീട്, വിവാഹം, ആരോഗ്യം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ആംബിയർ നമുക്കുണ്ടാകത്തില്ല, അതിനുള്ള പാങ്ങുണ്ടാകത്തില്ല. ഇങ്ങനെ നമുക്കതിൻ്റെ യോഗ്യത ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതയും ഇല്ലാതെ വരുന്ന സമയമാണ് കൃപയുടെ സമയമെന്ന് പറയണത്. പീഡിയാണ് കൃപയുടെ സമയമെന്ന് പറയുന്നത്. എന്താ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറയണ, ഇതിന് മെഡിസിൻ ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ. നമ്മൾ 1.5 കൊല്ലം ചികിത്സിച്ചിട്ടാണ് ഡോക്ടർ പറയണത്, ഈ അസുഖത്തിന്, ഇപ്പം കണ്ടുപിടിച്ച അസുഖത്തിന് മരുന്ന് ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായ സംഭവം? നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റില്ല എന്നതിൻ്റെ അർത്ഥം. ബൈബിൾ ഇതിനെ മെറിറ്റ് എന്നാണ് പറയണത്, യോഗ്യത. നമുക്ക് ആവശ്യമായ നമുക്കുള്ള കപ്പാസിറ്റി അതില്ല. അപ്പോൾ ഇങ്ങനെ വരണ സമയത്ത് പിന്നെ ഓപ്ഷനുണ്ട് ബൈബിളിൽ. എന്താണ്? കരുണ. അതിനെ ബൈബിള് ഏകദാനപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? ബൈബിള് കരുണയും കൃപയും ചില സമയത്ത് കരുണയെന്ന് വിളിക്കും, ചില സമയത്ത് കൃപയെന്ന് വിളിക്കും. രണ്ടും ഒന്നാണ്. കരുണ എന്ന ഒരു മഹാമേരുവിൽ നിന്നാണ് കൃപ ഒഴുകി വരണത്. ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ നിന്ന് ഗംഗാ നദി ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെ ആരാണ്? കരുണ ഏതാണ്? ഹിമാലയവും. ഗംഗാനദി എന്താണ്? കൃപയുമാണ്. ഒഴുകി വരണത്. കരുണയും കൃപയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾക്ക് കൃപ തരണമെങ്കിൽ ദൈവത്തിന് ആ കൃപ നമുക്ക് തരാനുള്ള, കൃപ ഉൾക്കൊള്ളാനുള്ള മെറിറ്റ് നമ്മുടെ കയ്യിലില്ല. നമുക്കതിനുള്ള യോഗ്യതയില്ല. ദൈവത്തിൻ്റെ കൃപ ഉൾക്കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ല. കാര്യം അത് ഭയങ്കരമായ രീതിയിൽ വില കൊടുത്ത് ദൈവത്തിന്
ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലൂടെ നേടിയെടുത്തതാണ്. ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തപ്പോൾ പിതാവിൻ്റെ മനപ്രസാദമാണ് കൃപയായിട്ട് മാറണത്. അപ്പോൾ നമ്മൾ കൈ കഴുകാതെ മീൻ പിടിക്കാൻ പറ്റുമോ? കൈ നനയാതെ? ക്രിസ്തു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രവേശിക്കൊണ്ട് കൊരിന്തോസ് 7:23. 1 കൊരിന്തോസ് 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാ വിലക്ക് വാങ്ങിയത്? ക്രിസ്തു. അവിടുത്തെ വിശുദ്ധമായ പീഡാനുഭവസഹനത്താലും കുരിശുമരണത്താലും തിരുമരണത്താലും പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരായി. ക്രിസ്തു എന്താണ് നേടിയെടുത്തത്? നഷ്ടപ്പെട്ടു പോയ വരപ്രസാദത്തെ നേടിയെടുത്തു. നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം, ഈ മനുഷ്യരാശിക്ക് പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ വരപ്രസാദത്തെ സ്വന്തം പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നേടിയെടുത്തപ്പോഴാണ് ക്രിസ്തു ഹെബ്രായർ 4:16 പറയുന്ന കൃപയുടെ സിംഹാസനമായി മാറണത്. പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിലെല്ലാം കൃപാസനം തന്നെ കിടക്കുന്നത്. കാത്തലിക് ബൈബിളിലാണ് കൃപയുടെ ഇരിപ്പിടമെന്ന് പറയണത്. അത് കൃപാസനമാണ്. ക്രിസ്തു തന്നെയാണ്. കൃപാസനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു തന്നെയാണ്. അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനമാകുന്ന ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത്. എപ്പോഴാണ്? വേണ്ട സമയത്ത്. അതേതാണ്? നമ്മൾക്ക് മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ, നിത്യരക്ഷക്കായാലും അനുദിന ജീവിതത്തിനായാലും നമുക്ക് അതിൻ്റെ യോഗ്യതയില്ലാത്ത സമയത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരിടം എന്താണ്? ക്രിസ്തുവാണ്. അപ്പോഴേ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം, അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിലേക്ക് വരാം എന്ന് വെച്ചാൽ ഓക്കെയാണ്. പക്ഷേ അവിടെ ഓക്കെ ആകാത്തൊരു വിഷയമുണ്ട്. എന്താ കാര്യം? നമുക്കൊരു പരിചയമില്ല. നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഓഫീസിലായാലും ശരി ഓടിക്കയറാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്കൊരു പരിചയമില്ല, അടുപ്പമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് ആ വ്യക്തിനെ സമീപിക്കണ മുമ്പ് അയാൾ ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തി കമ്പനിയിലാകാം, ഓഫീസിലാകാം, നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണ ആരാണ്? നിങ്ങളെന്താ ചോദിക്കണേ? നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം ഉണ്ട് അവിടെ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരണം നിങ്ങളുടെ കൂടെ. ഇന്നയാളാണെന്ന് പറയണം. ഇവിടെയാണ് മരിയ സ്പേസ് എന്ന്. ഉടമ്പടിയുടെ മരിയ സ്പേസ് അതാണ്. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ. കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. പക്ഷെ നിങ്ങളെ ഒരു പരിചയമില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഉടനെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നയാളാണെന്ന് പറയണം, പരിചയപ്പെടുത്തണം. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ പരിചയപ്പെടുത്തണമുണ്ട്. എന്താണ്? ഇയാൾ ഒരു യഹൂദ പ്രമാണിയാണ്. ഇയാൾ നമ്മുടെ ജനങ്ങളെ ശതാധിപനോട് പറയുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന.
ലൂക്ക 7:4-5. ലൂക്ക 7:4-5. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു. യേശു ഒരു ജൂസ് ട്രൈബിലുള്ള ആളാണ്. ഈ വന്നിരിക്കുന്ന കക്ഷികളും അങ്ങേരുടെ തന്നെ രക്തത്തിലുള്ള ആളാണ്. പക്ഷെ അവിടെയും എന്നിട്ടും പോലും എന്ത് ചെയ്യണം? കേണപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. യേശുവിൻ്റെ അതേ റാങ്കിലുള്ള, അതേ സമുദായത്തിലും അതേ രക്തത്തിലുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത്. അയാളാണ് ഈ റോമൻ ശതാബ്ദത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വരുന്നത്. എന്നിട്ട് അവർക്ക് പോലും എന്താ ചെയ്യണത്? കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നേരെ നിന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യന് ബേസിക്കായിട്ട് യോഗ്യതയില്ലെന്ന് എൻ്റെ അർത്ഥം. നമുക്ക് മെറിറ്റില്ല. ഈ മെറിറ്റ്, യേശുവിനെ സമീപിക്കാനുള്ള ഈ മെറിറ്റ് കുറവാണ് പലപ്പോഴും എന്ത് പറ്റണത്? ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ സ്പേസ്. കാര്യം നമ്മളെ യേശുവിനെ പരിചയമില്ലെങ്കിലും യേശു കുരിശിൽ വെച്ച് നമ്മളെ അമ്മയ്ക്ക് മക്കളാക്കിയിട്ടുണ്ട്. ദിസ് ഈസ് അവർ റൈറ്റ്. ഇതിൻ്റെ ലോജിക്ക് ഇതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഇതാ നിൻ്റെ അമ്മ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യോഹന്നാൻ 19:26-27. യോഹന്നാൻ 19:26-27. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പം അമ്മ നമ്മൾ എന്താ ചെയ്യണത്? അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാൻ ഈശോ നിർദ്ദേശിച്ച പ്രകാരം വിശ്വാസികളെ അമ്മ മാതാവിനെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അമ്മ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുന്നു. ഈ വേണ്ട സമയത്ത് നിങ്ങളുടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുമ്പോഴേ ഈ അമ്മയാണ് നമ്മളെ മരിയൻ ഉടമ്പടി കൂട്ടിക്കൊണ്ട് വരുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് എന്താണ്? ഇത് നമ്മുടെ തന്നെ സഹോദരനാണ്, സഹോദരിയാണ്, എൻ്റെ തന്നെ മക്കളാണ്. നീ കുരിശിൽ വെച്ച് നിൻ്റെ രക്തം ചിന്തി പറഞ്ഞ വാക്കാണിത്. എന്താണ്? നിൻ്റെ രക്തം കൊണ്ട് നീ ഒപ്പിട്ട ഒരു പ്രമാണമാണിത്. എന്താണ്? അതിലൂടെ നമ്മളെ ക്രിസ്തു നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളും അവകാശികളായിക്കൊണ്ടാണ് ഈശോ നമുക്ക് അവിടുത്തെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നിട്ട് നമ്മൾക്ക് ക്രിസ്തു നേടിയെടുത്ത എല്ലാ കൃപകളുടെയും അവകാശികളാക്കിയിരിക്കുകയാണ് കുരിശിൽ വെച്ചുകൊണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരിശിന്റെ ചുവട്ടിൽ വെച്ച് അമ്മയെ തന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ നന്ദി. എൻ്റെ ഈശോയുടെ അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി അമ്മ ക്രിസ്തുവിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് അമ്മ നമ്മളോട് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ, നമ്മളെ ഈ സമയത്ത് സഹായിക്കണമെന്ന് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ അമ്മ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടും. എന്താണ് കാര്യം? അവൻ പറയണ പോലെ ജീവിക്കണം. എന്താണ് സംഭവം? ഇതാ വിഷയം. അവൻ ഒത്തിരിയേറെ രക്തം ചീന്തി നേടിയെടുത്തതാണ് നിൻ്റെ കൃപകളല്ല, നീ ആഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും. അതുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ അവകാശങ്ങളെ അവൻ തൻ്റെ രക്തത്താൽ നേടിയെടുത്തതാണ്. അപ്പോൾ നിൻ്റെ നോട്ട് ബൈ മെറിറ്റായിട്ട് നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? അവൻ പറയണ പോലെ നിങ്ങൾ ജീവിക്കണം. അതാണ് മരിയൻ ഉടമ്പടി. കൈയടിച്ച് കർത്താവേ ചെയ്തുകൊണ്ട് കൃപാസനത്തിൻ
പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളെ നോട്ട് ബൈ മെറിറ്റിൽ നമ്മുടെ യോഗ്യതയാലല്ലാതെ അവൻ്റെ കൃപയാൽ അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ വേണ്ട സമയത്ത് പ്രാപിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്താ അവൻ പറയണത്? അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് 1:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എപ്പോഴും നമ്മളുടെ സമയമില്ലേ, അത് നമ്മളുടെ യോഗ്യത അയോഗ്യതയുമായി ബന്ധപ്പെട്ടായിരിക്കണം. വിഷയമുണ്ടായാൽ അപ്പോൾ സമയം പൂർത്തിയാകും. ബൈബിളിൻ്റെ ഒരു ഇക്കണോമി അതാണ്. നമുക്കൊരു വിഷയമുണ്ടായി, നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി എന്നുവെച്ചാൽ നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ചിലപ്പോൾ നിൻ്റെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് ആകാം. അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈയൊഴിയാണ്. അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി. ഞാനാ സാക്ഷ്യം കണ്ടി ഞെട്ടിപ്പോയി. ഇപ്പോൾ പെട്ടെന്നിങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരൾ മൊത്തം ഡാമേജായി, മൊത്തം പോയി. വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കരൾ ലീക്കായി വയറ് വന്ന് വീർത്ത് കുടം പോലെയായി. അപ്പോൾ ഉടനെ 1.5 കൊല്ലമായിട്ട് ചികിത്സയിലാണേ. അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി 1.5 ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റിൽ നിന്ന് കുത്തിയെടുക്കും. അതിന് ഡോക്ടർ കുത്തിയെടുക്കണതിൻ്റെ കാര്യം, ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണ വാർഡിൽ കിടത്തും, എഴുതി മേടിച്ചു. ഫയലിനിടയ്ക്ക് നിന്ന് എഴുതി മേടിക്കും. വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും. എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത്, ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത്. അപ്പോൾ ഭാര്യ പോയി കന്നാസ് വാങ്ങിക്കാൻ പോകും. കന്നാസ് വാങ്ങിക്കണത് എന്തിനാണ്? കുറച്ചുകൂടി വെള്ളം കുത്തിയെടുത്താൽ. അപ്പോൾ അതൊക്കെ മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും. ഇയാളെ മരണവാർഡിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വീർത്ത വയറിൽ ഇങ്ങനെ കുരിശ് വരക്കും. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. ഇവിടെ ഡോക്ടറൊന്നും ചെയ്യാൻ പറ്റണില്ല. ഡോക്ടർ മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ആംബുലൻസ് ഒക്കെ ആക്കുക, ഭാര്യയോട് ഒപ്പിട്ട് വാങ്ങിക്കുക, മരണ വാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ്. എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ് കുത്തി വെള്ളം എടുക്കാനുള്ള കന്നാസ് വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ മെറിറ്റില്ല, ഡോക്ടറിന് മെറിറ്റില്ല, ആ രോഗിക്കും മെറിറ്റില്ല, ഒന്നിനും മെറിറ്റില്ല. ആകപ്പാടെ നിൽക്കണത് എന്താണ്? ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറേൽ കുരിശ് വരക്കും, മാതാവിനെ ഏൽപ്പിക്കും ആളാണ്. ആ സമയത്താണ് ഡോക്ടറിന് ഇത് അറിയത്തില്ലല്ലോ. ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളെ അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയാണ്. അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്നാസും കൊടുത്ത് വിടണത്, കന്നാസ് വാങ്ങിക്കാൻ വിടണത്. വൈഫ് കന്നാസും കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന്
വെള്ളം കുത്തിയെടുക്കും. വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ? വെള്ളത്തിന് പകരം വെള്ളമില്ല. വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരൾ സുഖപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ് നിങ്ങൾ കണ്ടു കാണും. ആ സാക്ഷ്യം കണ്ടവർ കൈപ്പൊക്കിക്കേ. ദാറ്റ്സ് ഓക്കെ, താങ്ക് യു. നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ, അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവിടെ ഒന്നും ഇല്ല, ആകപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം. അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യണത്. മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുകയല്ല ചെയ്യേണ്ടത്, ഉടമ്പടിയെ ദൈവം മാനിക്കണം. രണ്ട് കേസാണ്. ഏത് മനുഷ്യനും ഉടമ്പടി എടുക്കാൻ പറ്റും, പക്ഷെ ദൈവം അത് മാനിച്ചാൽ മാത്രമേ അത് ഉടമ്പടി ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഉടമ്പടി മാനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം. അവിടെ വിഷയം എന്നത് നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം. എങ്ങനെയാണ്? അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്താവെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ചിലരുണ്ടല്ലോ എന്നെ സാക്ഷിയാക്കണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ താഴത്തെ കമന്റ് നോക്കിയിട്ടുണ്ടോ? എന്താ പറയണത്? മാതാവേ, ഈ അൾത്താരെ വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ, എനിക്കും സാക്ഷി എന്നാൽ ദൈവത്തെ പെടുത്താൻ സാധിക്കണമെന്നാണ്. ചില ആൾക്കാരെങ്കിലും അവരുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടിയിട്ടുണ്ട്. കാര്യം അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം മാത്രം പറയുകയില്ല, നാട്ടുകാർ കേൾക്കുമെന്ന്. അതാണ് സംഭവം. അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കടൂരമായ സങ്കടത്തോടെ വരും, പക്ഷേ എടുക്കത്തില്ല. കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവദിവസത്തിന് തെളിയിച്ചു. കാര്യം ദൈവത്തെക്കാൾ അവർ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിന് നിങ്ങൾ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കുന്നതും ആ വിധത്തിലാണ്. രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുന്നതും ആ വിധത്തിലാണ്. നിങ്ങളുടെ അഭിമാനത്തിൽ മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഉഡായിപ്പ് കാണിച്ചായിരിക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.